ഉസ്താദിൻ്റെ മറുപടികൾ പലതും സ്ത്രീപക്ഷം മാത്രമായി എന്ന് തോന്നുന്നു. പുരുഷന്മാർക്കുമില്ലേ പ്രശ്നങ്ങൾ? ഒരു ചായ കുടിക്കാൻ പോലും പൈസ ചിലവാക്കാതെ അത് കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ പരാതി മാത്രം പറയുന്ന സ്ത്രീകളുടെ പക്ഷം മാത്രം കേൾക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ പുരുഷന്മാരെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത് പല സന്ദർഭത്തിലും നമ്മളോട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പൊതുവേ അതൊരു എന്തായിരുന്നാലും ഒരു പക്ഷം ചേരുക എന്നുള്ളത് ഒരു വിഷയത്തിലും പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇസ്ലാമിക അടിസ്ഥാനങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പറയുന്നത്. പൊതുവെ എനിക്ക് തോന്നിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് ദുർബലരുടെ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ദുർബലർ എന്ന് പറഞ്ഞത് ഒന്ന് സ്ത്രീകളും ഒന്ന് കുട്ടികളുമാണ്. ഒരു പക്ഷേ അങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരൊരു രക്ഷിതാവിന് കീഴിലാണ് ജീവിക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളും ആ രക്ഷിതാവിൻ്റെ ശ്രദ്ധയും റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വവും ആശ്രയിച്ചാണത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ വാപ്പയും ഉമ്മയും എന്നുള്ളവർക്ക് നിങ്ങൾ ആ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും ആ കുട്ടികളുടെ കാര്യം എന്തായിരിക്കും? കഷ്ടപ്പാടായിരിക്കും. ഇപ്പോൾ ആ കുട്ടിയുടെ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ ബാഗ് കാണുമ്പോൾ അടുത്ത കുട്ടികൾ ചോദിക്കും, എൻ്റെ വാപ്പ ഡോക്ടറാണ്, എൻ്റെ വാപ്പ എഞ്ചിനീയറാണ്, എന്തിനെന്താ നിൻ്റെ ടിഫിൻ ബോക്സ് എന്താ അങ്ങനെ, ഡ്രസ്സ് എന്താ അങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ അത് ആ കുട്ടിയുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയേ ചെയ്യും. കാരണം അവിടെ രക്ഷിതാവ്, ആ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റില്ല, അവിടെ രക്ഷിതാവ് തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ ആ കുട്ടിയുടെ എന്ത് പ്രശ്നങ്ങളുടെയും ഉത്തരവാദിയായിട്ട് നമ്മൾ ആരെ കാണുക? രക്ഷിതാവിനെ കാണുക. ഇതാര മോന, ഇതാര മോള, ഇതാ പോരാ സ്ത്രീകളുടെ കാര്യം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർണ്ണമായ നിയന്ത്രണങ്ങളും അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും ആരാണ് ചെയ്യേണ്ടത്? പുരുഷനാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു വേദന പറയുമ്പോൾ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിന് പരിഹാരമുണ്ടാക്കാൻ ആരോട് പറയും? പുരുഷനോട് പറയും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ സ്ത്രീക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുക. അപ്പോൾ അതാണ് ഈ സ്ത്രീ പക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ആപേക്ഷികമായി ചിന്തിക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പുരുഷന്മാരുടെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതിൽ എത്ര ശതമാനം ഉണ്ടാകും? വളരെ കുറഞ്ഞ ശതമാനം. എന്താണ് ഇല്ലാത്തത്? കാരണം ഒരു പുരുഷന് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നം അയാൾക്ക് പരിഹരിക്കാൻ സാധിക്കും. തൻ്റെ ഭാര്യയെ അച്ചടക്കത്തോടു കൂടെ നിർത്താൻ, തനിക്ക് ആവശ്യമുള്ളത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അവളെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, അവളെ ശരിയായ രൂപത്തിൽ കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയണം. അത് അയാളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ പലപ്പോഴും കുടുംബ പരാജയങ്ങൾ പുരുഷൻ്റെ പരാജയമായിട്ടാണ് എന്ത് ചെയ്യുക? വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീ പക്ഷമാണെന്ന് തോന്നുവാനുള്ള കാരണം. സത്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എത്രമാത്രം വലിയ കടമയും കടപ്പാടുമാണ് ഒരു പുരുഷനോടുള്ളത്. ആ കടപ്പാടുകളും കടമകളും സ്ത്രീകൾ നിർവഹിക്കുന്നില്ല എന്നാണ് ഈ ആക്ഷേപം പറയുന്ന പുരുഷന്മാർ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ നമ്മളെ പരിഗണിക്കുന്നില്ല, അവർ നമുക്ക് ഭക്ഷണം തരുന്നില്ല, അവർ നമ്മളെ അനുസരിക്കുന്നില്ല, ധിക്കാരപൂർവ്വം സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ സഹോദരിമാരെ ഓർമ്മപ്പെടുന്ന കാര്യമാണ്. സ്വർഗത്തിലെ എല്ലാ വാതിലിലൂടെയും പ്രവേശിക്കാൻ പറ്റുന്ന സ്ത്രീ ആരാണ്? ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീയാണ്. ഉവ ജന്നത്തുക്കി വനാറുക്കി, അവനാണ് നിന്റെ സ്വർഗം, അവനാണ് നിന്റെ നരകം. ഭർത്താവിൻ്റെ തൃപ്തി ഒരു സ്ത്രീയുടെ പരലോകമോക്ഷത്തിന് എന്താണ്? അനിവാര്യമായ കാര്യമാണ്. ഒരു ഭർത്താവ് എല്ലാ അർത്ഥത്തിലും അനുസരിക്കപ്പെടേണ്ടവനാണ്. നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. എന്തെല്ലാം ആശയങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ പറയാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ കുറ്റം ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ കുടുംബജീവിത പരാജയത്തിന് സ്ത്രീകൾ ഒരു കാരണമല്ലെന്നോ എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, പുരുഷന്മാർ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ പുരുഷൻ്റെ പക്ഷം ചേരുന്നു എന്ന് സ്ത്രീകൾക്ക് പറയാം. സ്ത്രീകൾ ഒരു വിഷമമായിട്ട് വരുമ്പോൾ അവർക്ക് നമ്മളതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്ത്രീപക്ഷം ചേരുന്നു എന്ന് പറയാം എന്നതിൽ കവിഞ്ഞ് ബോധപൂർവം ഒരു പക്ഷം ചേരുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും നമ്മുടെ സംസാരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് തന്നെയാണ് ചോദ്യകർത്താവിനോട് പറയുന്നത്.